6 മാസം ഗർഭിണിയായ യുവതി കുഞ്ഞിനെ പ്രസവിച്ചിട്ടും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെ എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്? പിന്നീട് ആരോടും പറയാതെ എല്ലാം രഹസ്യമാക്കി വെക്കുന്നു. എന്നാൽ തീർത്ഥാടക സംഘത്തിന് പിന്നാലെ പോലീസ് എത്തിയതോടെ പരക്കെ പരിഭ്രാന്തി. കോഴിക്കോട് പള്ളിയുടെ പരിസരത്ത് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയതിൽ അടിമുടി ദുരൂഹതയാണ്. തീർത്ഥാടക സംഘത്തോടൊപ്പം കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെത്തിയ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്നാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഫ്രാങ്കോ എന്ന 25-കാരിയെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ പ്രസവ വിവരം യുവതി എന്തിനും മറച്ചുവെച്ചു എന്നതിലും കുഞ്ഞിൻ്റെ മരണത്തിലും അന്വേഷണം തുടരുകയാണ്. ടൂറിസ്റ്റ് ബസ്സുകളിലാണ് പാലക്കാട് നിന്നുള്ള തീർത്ഥാടക സംഘം കോഴിക്കോട് എത്തിയത്. ഈ സംഘത്തിലുണ്ടായിരുന്ന യുവതിയാണ് ദേവമാതാ കത്തീഡ്രൽ പള്ളിയുടെ പിന്നിലെ സ്ഥലത്ത് പ്രസവിച്ചത്. പള്ളിയുടെ പരിസരത്ത് വെച്ച് വേദന ഉണ്ടാവുകയും പ്രസവിക്കുകയും ചെയ്ത ഫ്രാങ്കോ ഇക്കാര്യം തീർത്ഥാടക സംഘത്തിലെ മറ്റുള്ളവർ അറിഞ്ഞ കുഴപ്പമാകുമെന്ന് കരുതി മരിച്ച നിലയിൽ കണ്ട കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. 6 മാസം ഗർഭിണിയായ ഫ്രാങ്കോയെ തീർത്ഥാടക സംഘം ഒപ്പം കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഫ്രാങ്കോ നിർബന്ധപൂർവ്വം കൂടെ കൂടുകയായിരുന്നുവെന്നാണ് വിവരം. യുവതിയുടെ ഭർത്താവും 1.5 വയസ്സുള്ള മകളും ഭർത്താവിന്റെ മാതാവും അമ്മൂമ്മയും തീർത്ഥാടക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവരെയും വിവരം അറിയിച്ചില്ല. പ്രസവശേഷം ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിരുന്ന ഫ്രാങ്കോയെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് നിന്നെത്തിയ തീർത്ഥാടക സംഘത്തിലെ ഒരു യുവാവാണ് ബുധനാഴ്ച വൈകിട്ട് 4:30 പള്ളിയുടെ പരിസരത്ത് മൃതദേഹം കണ്ടത്. പള്ളി വികാരിയെ ഇക്കാര്യം അറിയിച്ചതോടെ ഉടൻ തന്നെ പള്ളി അധികൃതർ പോലീസിനെ ബന്ധപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് യുവതിയെ തിരിച്ചറിഞ്ഞത്. പൊക്കിൾക്കൊടി അറുത്ത നിലയിലായിരുന്നു ശിശുവിന്റെ മൃതദേഹം. ക്ഷീണിതയായി കണ്ട യുവതിയെ കോട്ടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിയായ ചികിത്സയും പരിചരണവും ഉറപ്പാക്കിയ ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. സമീപത്ത് ആശുപത്രികൾ ഉണ്ടായിട്ടും യുവതി ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെയും ബന്ധുക്കളെയും അറിയിക്കാതെ പ്രസവിച്ചതിലാണ് ദുരൂഹത. യുവതിയെയും കുടുംബാംഗങ്ങളെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷ. ടൗൺ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ടൗൺ പോലീസ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.